ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡ് ഇറക്കി ഇന്ത്യ മുന്നണി. അധികാരത്തിലെത്തിയാൽ വഖഫ് നിയമം റദ്ദാക്കുമെന്ന് തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരി ചർച്ചയാക്കാതെയാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണനാണ് നൽകുന്നത്. ജിഷ്ണു, എവിടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാലും അവിടെയെല്ലാം പച്ചയായ വർഗീയത പറയലാണ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ പരിപാടി. കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അധികാരത്തിൽ വരികയാണെങ്കിൽ എല്ലായിടത്തും ഹിജാബ് അനുവദിക്കും എന്ന രീതിയിൽ തീവ്ര മുസ്ലിം വർഗീയവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണം നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ ബീഹാറിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണെങ്കിൽ അവിടെ വഖഫ് നിയമം റദ്ദാക്കുമെന്ന് പറയുന്നു. ഒന്നീ പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. കാരണം പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം റദ്ദാക്കാൻ കഴിയില്ല. അത് നേരത്തെ CAA കാലത്തും ഇവരിങ്ങനെ മുസ്ലിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇപ്പോൾ ഇത് തന്നെയാണല്ലോ ബീഹാറിലും ആവർത്തിക്കുന്നത്. ജിഷ്ണു, ഗൗതം, ബീഹാറിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിട്ടുള്ള കത്തിഹാർ, കിഷൻഗഞ്ച് മേഖലകളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് RJD നേതാവ് ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തേജസ്വി യാദവ് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ വഖഫ് നിയമ ഭേദഗതി റദ്ദാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനി ഇവർ അധികാരത്തിൽ വന്നാൽ പോലും വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര പാസ്സാക്കുന്ന ഒരു നിയമം അത്തരത്തിൽ റദ്ദാക്കാനോ അത് നടപ്പിലാക്കാതിരിക്കാനോ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്തുക, തീവ്ര മുസ്ലിം പക്ഷക്കാരെ കൂടെ നിർത്തുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ആ പ്രസ്താവന നടത്തിയത്. മറ്റൊരു കാര്യം, ഈ മേഖലയിൽ അസദുദ്ദീൻ ഒവൈസിയും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മത്സരം നടത്തുന്നുണ്ട്. അത്തരത്തിൽ മുസ്ലിം വോട്ട് ബാങ്കിൽ ഭിന്നത വരാതെ കൂടെ നിർത്താൻ ഇന്ത്യ മുന്നണിക്കൊപ്പം ആ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്തൊരു വാഗ്ദാനം, കൃത്യമായി പറഞ്ഞാൽ വർഗീയത പറഞ്ഞുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്താനുള്ളൊരു ശ്രമമാണ് തേജസ്വി യാദവ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയുടെ പ്രചാരണം, പ്രത്യേകിച്ച് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പരസ്പരം തമ്മിലടിച്ച് തകരുന്നൊരവസ്ഥയിലെത്തിയതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ പ്രചാരണം സത്യം പറഞ്ഞാൽ ഒരു തകർന്ന അവസ്ഥയിലാണുള്ളത്. ഒരു മുന്നേറ്റത്തിന് ശ്രമിക്കാനോ അല്ലെങ്കിൽ രാഹുലും തേജസ്വി യാദവും അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ ഘടകകക്ഷി നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് റാലി നടത്താനും മുന്നണിയിലെ നേതാക്കൾ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ നേതാക്കൾ വലിയ ശ്രമം നടത്തുന്നുണ്ട്. എങ്കിൽ പോലും പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം അത്തരം റാലികൾ നടക്കുന്നില്ല. രാഹുൽ ഉയർത്തിയിട്ടുള്ള വോട്ട് ചോരി എന്ന ആരോപണത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും തേജസ്വി യാദവ് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം വരികയും രാഹുൽ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ വസ്തുതകളോ മുൻപോട്ട് വെക്കാൻ കോൺഗ്രസിന് സാധിക്കാതെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇപ്പോൾ പ്രചരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പച്ചയായ വർഗീയത പറയുകയാണ് ഇന്ത്യ സഖ്യം. അധികാരത്തിലെത്തുകയാണെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ പലതും, പ്രത്യേകിച്ച് വഖഫ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ റദ്ദാക്കും എന്ന രീതിയിലുള്ള പ്രചരണമാണ് അവിടെ തേജസ്വി യാദവിനെ പോലുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ നടത്തുന്നത്.